ആപ്കി അദാലത്തിൽ AIMAEയുടെ ചീഫായ അസദുദ്ദീൻ ഓവൈസിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വിദേശത്തേക്ക് ഡെലിഗേഷനെ കൊണ്ടുപോയതിൽ ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. ഓവൈസി സാർ, താങ്കളും ഡെലിഗേഷനോടൊപ്പം പോയിരുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇനി 7 പാർട്ടികളെ ഡെലിഗേഷന് വേണ്ടി അയച്ചിരുന്നു. പക്ഷേ ഇവിടെയുള്ള പലരും പറയുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനവും നമ്മുടെ രാജ്യത്തിന് ഇല്ലെന്നാണ്. അതായത് ഞങ്ങൾ ഡെലിഗേഷനായി പോയത് രാജ്യത്തിന് വേണ്ടിയാണ്, പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വേണ്ടിയല്ല. സോ ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ടിയല്ല പോയത്, ആർക്കു വേണ്ടിയുമല്ല, രാജ്യത്തിന് വേണ്ടിയാ പോയത്. കാരണം അതിലൊരു വിപ്പും നൽകിയിട്ടില്ല. കാരണം ഇത് കൺട്രിയുമായി ബന്ധമുള്ള കാര്യമാണ്. ഞങ്ങൾ ബഹ്റൈനിലേക്ക് പോയി. ബഹ്റൈനുമായി നമുക്ക് നല്ലൊരു ബന്ധമാണുള്ളത്. ബഹ്റൈൻ ഇപ്പോ നോൺ പെർമനന്റ് മെമ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ. പാകിസ്ഥാൻ ചെയർമാൻ. ഞങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട്. അവിടെ ഡെലിഗേഷൻ പോയി. ജനങ്ങൾ ഇത് മറന്നു കാണും. 2019 ബഹ്റൈൻ ഒരു വാണ്ടഡ് ടെററിസ്റ്റിനെ ഇന്ത്യക്ക് നൽകി. ഇവരിത് മറന്നു കാണും. ബഹ്റൈനിൽ അവരുടെ ജനസംഖ്യ 7 ലക്ഷമാണ്. അതിൽ 3 ലക്ഷം ഇന്ത്യക്കാർ തന്നെ അവിടെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2018 പാകിസ്ഥാനെ FATA ക്ലബിൽ പ്രവേശിപ്പിച്ചപ്പോ അതിന് ബഹ്റൈനാണ് സഹായിച്ചത്. അവരാണെങ്കിൽ GCC മെമ്പറാണ്, മുസ്ലിം കൺട്രി. അവരാണ് നമ്മളെ സഹായിച്ചത്. രണ്ടാമതായി ഞങ്ങൾ കുവൈത്തിലേക്ക് പോയി. കുവൈത്തിൽ 10 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. പിന്നെ കുവൈത്തും 2018 ഒരു വാണ്ടഡ് ടെററിസ്റ്റിനെ നൽകി. കുവൈത്തിലേക്കും പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് 4 കൺട്രീസിലേക്കും പോയിരുന്നു. അതായത് മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക. ഇതൊക്കെ ടാസ്ക് ഫോഴ്സിന്റെ മെമ്പേഴ്സാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവരുടെ സഹായം ആവശ്യമാണ്. കുവൈറ്റിൽ ഞങ്ങൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ സന്ദർശിച്ചു. അവിടെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് ഷൂറ എന്നാണ്. അവിടെ വെച്ച് ഞങ്ങൾ കണ്ടു. ബഹ്റൈനിൽ ഞങ്ങളുടെ ലോക്സഭയുണ്ട്. അവിടെയുള്ള സ്പീക്കർ ബാംഗ്ലൂരിൽ പഠിച്ച ആളാണ്. എന്നെ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഭീകരാക്രമണം ഉണ്ടായി. അദ്ദേഹം യെസ്, ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഞാൻ ഒരുപാട് ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. കുവൈത്തിലേക്ക് പോയി. കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലേക്ക് പോയി. അവിടെ 27 ലക്ഷം ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾ പറഞ്ഞു, ഓർമ്മപ്പെടുത്തി, 2012 നിങ്ങളുടെ അമ്മമാരെല്ലാവരും ടെററിസത്തിന് ഓപ്പോസിറ്റായി അപേക്ഷ നൽകിയെന്ന്. പിന്നെ ആ അപേക്ഷയിൽ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ ടെററിസത്തിന് പണം പോലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ എത്ര ഫോറിൻ ഡെലിഗേറ്റ്സ് ഉണ്ടോ അവിടെയുള്ള എല്ലാവരെയും ഞങ്ങൾ കണ്ടു. പറഞ്ഞതിന് ശേഷം അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചു. 2003 അൽ ഖ്വയ്ദ റിയാദിൽ ആക്രമണം നടത്തി. അവർ പറഞ്ഞു യെസ്, ഞങ്ങൾ വിക്ടമായിട്ടുണ്ടെന്ന്. 5-6 വർഷങ്ങൾക്ക് മുൻപ് ഹൂത്തീസ് ആർമിയുടെ നേരെ മിസൈൽ അയച്ചു, ബ്ലാസ്റ്റ് ചെയ്തു. സൗദി അറേബ്യ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം വീണ്ടും FATF-ൽ പേര് വരണം. ഈ 3 കൺട്രീസിലും പാകിസ്ഥാന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞങ്ങൾ പോയി അവരോട് പറയുകയാണ്, ദേ നോക്കൂ, ഈ TRF ഓർഗനൈസേഷൻ പെഹൽഗാമിൽ ആക്രമണം നടത്തി. ഈ LET പാകിസ്ഥാന്റെ സ്പോൺസേഡ് ടെററിസമാണ്. നിങ്ങളും ടെററിസ്റ്റിന്റെ വിക്ടം ആയിട്ടുണ്ട്. അൽ ഖയ്ദയുടെ രൂപത്തിലാവട്ടെ അല്ലെങ്കിൽ ദായിഷിന്റെ രൂപത്തിലാവട്ടെ, പാകിസ്ഥാൻ ടെററിസ്റ്റിനെ കുറിച്ചുള്ള ഇവരുടെ ഐഡിയോളജി അതേ ഫൗണ്ടേഷൻ ലെവലിൽ തന്നെയാണ് ഉള്ളത്. സോ ഞങ്ങൾ പോയി അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നോക്കൂ, ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പണിയല്ല. കോഴിയെഴുത്തിയതും മുട്ടയിടും വിജയിക്കുമെന്ന്. ഇത് അങ്ങനത്തെ പണിയല്ലല്ലോ. ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം. ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടി വന്നെന്നാണ്. സൗദി അറേബ്യയും പാകിസ്ഥാന് വേണ്ടി പ്രഷർ താങ്കൾക്ക് നൽകിയെന്നും കേട്ടു. അതെ, ഞങ്ങൾ അവരുടെ MOS ഫോറിൻ അഫയേഴ്സിനോടൊപ്പം 2 മണിക്കൂർ ചർച്ച ചെയ്തു. 2 മണിക്കൂർ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ജയ്പാണ്ഡ ഞങ്ങളുടെ കഴിവുകളെല്ലാം നന്നായി ആസ്വദിച്ചു. പിന്നെ ഞങ്ങളും അതിൽ സഹകരിച്ചു. മറ്റുള്ള ഡെലിഗേറ്റ്സ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരോടും പറഞ്ഞു. അവർ ചോദിച്ചു, നിങ്ങളെന്താ പാകിസ്ഥാനുമായി സംസാരിക്കാത്തതെന്ന്. ആര് പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നില്ലെന്ന്? 26/11 സമയത്ത് ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഇന്ത്യൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോയി പാകിസ്ഥാൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അടുത്ത് ചെന്ന് DNA സാമ്പിൾസ് തന്നെ നൽകി. അജ്മൽ കസാബിനെ ജീവനോട് പിടിച്ചു. മരിച്ചവരുടെ DNA സാമ്പിൾസ് എടുത്തു. അവരുടെ റെക്കോർഡഡ് കൺഫെഷൻസ് വെസ്റ്റേൺ ഇന്റലിജൻസ് അത് റെക്കോർഡ് ചെയ്തു. ആരോ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് മുംബൈയിലെ ഹോട്ടലിൽ ആക്രമണം നടത്തി കൊല്ലാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാ പ്രൂഫും അവർക്ക് നൽകി. പക്ഷെ ട്രയൽ ഒന്നും നടന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു, സക്കൂർ റഹ്മാനെ നിങ്ങൾ പാകിസ്ഥാനിൽ വെച്ച് അറസ്റ്റ് ചെയ്തില്ലേ? അവർ ജയിലിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയില്ലേ?
അല്ലല്ല, ഇത് ചിരിക്കേണ്ട കാര്യമല്ല, ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. ടെററിസം എന്ന് പറയുന്നത് എത്ര ഗ്രേവ് ഒഫൻസ് ആണ്. പിന്നെ അവർ ജയിലിലിരുന്ന് ഞങ്ങൾ എപ്പോ ചെയ്തു എന്ന് ചോദിക്കുന്നു. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ പേഴ്സണലായിട്ട് നരേന്ദ്രമോദിയെ പേഴ്സണലായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. പത്താൻകോട്ടിന് ശേഷം നിങ്ങൾ ISA എന്തിനാ അവിടെ വരുത്തിച്ചെന്ന്. അവിടെ വന്നു, എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമ്മളൊന്നും സംസാരിക്കാതെ ഇല്ലല്ലോ. ഞങ്ങളെല്ലാം സംസാരിച്ചു. നിങ്ങൾ അവരെ FATF ചേർത്താൻ സഹായിക്കൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പോരാട്ടം പാകിസ്ഥാനിലെ ISIക്കെതിരെയാണ്, അവരുടെ സ്പോൺസേഡ് ടെററിസ്റ്റ് ഗ്രൂപ്പിനോടാണ്. അവരത് തടയട്ടെ, ഞങ്ങൾക്കെന്തിനാണ്? ഞങ്ങൾ പുരോഗമിച്ചു പോവുകയല്ലേ, വീണ്ടും പുരോഗമിക്കും. താങ്കളടുത്ത് ഈ കാര്യമല്ലേ ചോദിച്ചത്? പാകിസ്ഥാനെ പറ്റി എല്ലായിടത്തും പോയി കംപ്ലൈന്റ് ചെയ്യുന്നു. ആക്രമിച്ചത് പഹൽഗാമിലല്ലേ? പക്ഷെ 2 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ബ്ലെയിം ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ചെയ്യില്ല? നിങ്ങൾ 4 ഇമെയിൽ അയച്ചാൽ സമ്മതിക്കുന്നു, ഞങ്ങളാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. 4ൽ 2 ഇമെയിൽ അത് നമ്മുടെ ഏജൻസി ഫൈൻഡ് ഔട്ട് ചെയ്തു. അത് പാകിസ്ഥാന്റെ കണ്ടോൺമെന്റിന്റെ അടുത്തുനിന്നാണ് അയച്ചിരിക്കുന്നത്. അവരവരുടെ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അവർക്ക് ഈ കാര്യം എന്ന് മനസ്സിലായോ, ഫുട് പ്രിന്റ്സ് എവിഡൻസ് മനസ്സിലായോ, ഉടൻ ഞങ്ങളുമായി ബന്ധമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പാകിസ്ഥാൻ ഇന്ന് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഏപ്രിൽ 25-ന് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ TRFന്റെ പേര് വന്നു. സോ ഷഹബാസ് ഷെരീഫിന് അവിടെ ഏതെങ്കിലും ചെറുക്കന്മാരുണ്ടായിരുന്നു ആ പേര് വരാൻ? ഒരുപക്ഷെ TRFുമായി നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ TRFന്റെ പേര് നൽകണ്ടേ? അദ്ദേഹം അത് വിസമ്മതിച്ചു. പിന്നെ രാജ്യം ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പറയുകയാണെങ്കിൽ, ഇന്ത്യൻ സർക്കാർ ഡിസംബർ 23-ൽ യുണൈറ്റഡ് നേഷൻസിന്റെ സാങ്ഷൻ കമ്മിറ്റിയോട് TRF ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ 24 മെയ് അന്ന് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, TRF ഒരു ഓർഗനൈസേഷൻ ആണെന്ന്. ഞങ്ങളുടെ നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സെക്യൂരിറ്റി ലാപ്സ് ആയിപ്പോയി. പിന്നെ പെഹൽഗാം സംഭവം നടന്നു. സോ ഇത് പാകിസ്ഥാന്റെ ഈ 4 നാടുകളിലും വെച്ച് അൾജീരിയയിൽ 1995 മുതൽ, അതായത് 2006 വരെ 60,000 അൾജീരിയൻ ടെററിസ്റ്റിനെ കൊന്നിരിക്കുന്നു. 60,000. അവര് പറഞ്ഞു ഞങ്ങളിത് ഏറ്റെടുക്കാമെന്ന്. ഇപ്പോൾ അൾജീരിയ ഇപ്പോൾ അവർ നോൺ പെർമനന്റ് മെമ്പറാണ്. അവരോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അവരും ടെററിസത്തിന്റെ വിക്ടിമാണ്. ഇന്നും സൗത്ത് അൾജീരിയയിൽ ഡായിഷ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഞങ്ങൾ അവിടെ ചെന്ന് പരിശ്രമിച്ചു നമ്മുടെ രാജ്യത്തിന്റെ വ്യൂ പോയിന്റ് പറയാൻ. കാരണം ആൾ പാർട്ടി MPs അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ചെന്ന് രാജ്യത്തിന്റെ യുണൈറ്റഡ് വ്യൂ പോയിന്റ് അറിയിക്കാൻ. സോ തീർച്ചയായും അതിനൊരു പ്രതികരണം ഉണ്ടാകും. ലാഭം ഇതാണ്, അവർ പാകിസ്ഥാന്റെ സ്പോൺസേഡ് ടെററിസത്തെ, പാകിസ്ഥാനിൽ നിന്നും ഈ ടെററിസ്റ്റുകൾക്ക് കാശ് പോകുന്നുണ്ട്. ഇന്ത്യയുമായി ഇതിലെന്താ വലിയ ലാഭമെന്ന് വെച്ചാൽ, ഞങ്ങൾ യുണൈറ്റഡ് ആയി പറഞ്ഞിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണെന്ന്. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ നാട്ടിൽ ചെന്നാൽ ഇവരോടൊന്നും സംസാരിക്കില്ല എന്ന്, BJP മെമ്പേഴ്സിനൊപ്പം. പക്ഷേ ഇത് ടെററിസം കാരണമായതുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൻസിനെ പാകിസ്ഥാൻ ടെററിസ്റ്റ് കൊന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗുഡ് ഓഫീസേഴ്സ് യൂസ് ചെയ്യൂ. നിങ്ങൾ FATFൽ പാകിസ്ഥാനെ വീണ്ടും ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് തുണയായിരിക്കൂ. കാരണം ടെററിസം ഇന്ത്യക്ക് മാത്രമല്ല, ടെററിസം ലോകത്തിന് തന്നെ വലിയ ചാലഞ്ചാണ്. സോ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ എവിടെയൊക്കെ പോയോ അവർ വളരെ ശാന്തമായി ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടു. ഞങ്ങളോട് ചോദ്യങ്ങളും ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ അവർ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു പാകിസ്ഥാനുമായി ഞങ്ങളെ ഐഫനേറ്റ് ചെയ്യരുതെന്ന്. ഞങ്ങൾ സൗദി അറേബ്യയോട് ചോദിച്ചു, നിങ്ങൾ അവർക്ക് $13 ബില്യൺ നൽകാൻ പോകുന്നു, അവരെ മോണിറ്റർ ചെയ്യൂ എന്ന്. കാശ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മോണിറ്റർ ചെയ്യൂ. എങ്ങനെ അങ്ങനെ നൽകും? ഒരുപക്ഷെ ആ കാശ് പാകിസ്ഥാൻ ആർമിയുടെ കയ്യിലെത്തിയാലോ അവരത് ഇന്ത്യക്കെതിരെ പ്രയോജനപ്പെടുത്തും. സോ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, എന്റെ ഗ്രൂപ്പുമായി എനിക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ നല്ല രീതിയിൽ അവരുമൊത്ത് ചർച്ച ചെയ്തു. അപ്പോൾ അവർ താങ്കളോട് ഇങ്ങനെ ചോദിച്ചില്ലേ, പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമാണെന്ന്, പക്ഷെ പാകിസ്ഥാനിലെ സാഹചര്യം വളരെ നന്നായിട്ടുണ്ടെന്ന്. നോക്കൂ, ലോകം എത്ര ചെറുതാണെന്ന് വെച്ചാ, ഇന്ത്യയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അത് ലോകത്തുള്ള ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അത് മോബ് ലിഞ്ചിങ് വീഡിയോ ആകട്ടെ, അതായത് വേറെന്തെങ്കിലും
തെറ്റായ നടപടികളാകട്ടെ, സംഘപരിവാരത്തിനോട് അനുബന്ധിച്ചതാകട്ടെ, അവർക്ക് മനസ്സിലാകും. ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതേ എന്ന് പറഞ്ഞു. അതെ, ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെ, ഇത് സത്യമാണെന്ന് പറഞ്ഞു. ഞങ്ങളത് ഇല്ലാന്ന് പറഞ്ഞില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഇന്നും ഞങ്ങളുടെ കോർട്സ് ഇൻഡിപെൻഡന്റ്. കോർട്സ് ഇന്നും കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന്. അതായത് ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്ന ലക്ഷ്യം ടെററിസത്തെക്കുറിച്ച് പറയാനാണ്, എന്റെ രാജ്യത്തിന്റെ വ്യൂ പോയിന്റ് അറിയിക്കാനാണ്. ഞങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ അവർ എന്തു പറഞ്ഞു എന്ന് വെച്ചാ, പാലസ്തീന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വേർപാടുകൾ ഉണ്ട് എന്ന് ഇന്ത്യ. പിന്നെ ഞങ്ങൾ ചോദിച്ചു പാലസ്തീന്റെ സ്റ്റാൻഡ് എവിടെയാണ് മാറിയതെന്ന്. സോ ഞങ്ങളുടെ സ്റ്റാൻഡ് ഇന്നും അതാണ്. നെഹ്റു മഹാത്മാഗാന്ധി പീരീഡിൽ ഉണ്ടായിരുന്നു. ഓക്കെ, BJP പീരീഡിൽ കുറച്ച് സോഫ്റ്റ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ ആ ബുച്ചറിന്റെ കാര്യത്തിൽ. പക്ഷേ ഞങ്ങൾ അവരോട് ചോദിച്ചു, എത്ര സമയമായി ഇവിടെ ഇരിക്കുന്നു? നിങ്ങൾ പാലസ്തീന് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്, നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് പറയൂ എന്ന് ചോദിച്ചു. ഞങ്ങൾ പാലസ്തീൻകാർക്കായി എന്നും കൂടെയുണ്ട്, ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും. നിങ്ങളും കൂടെ തന്നെ ഉണ്ട്. നിങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. പിന്നെ അവർ സൈലന്റായി, ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ചിലർ ഇങ്ങനെയും പറയുന്നുണ്ട് താങ്കൾക്ക് ശത്രുതയുണ്ടെന്ന്. കാരണം ഡെലിഗേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ താങ്കളെ പ്രധാനമന്ത്രി വിളിച്ചിരുന്നു, പക്ഷെ അദ്ദേഹത്തെ കാണാൻ താങ്കൾ പോയില്ല. ഇപ്പോൾ വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നരേന്ദ്രമോദിയെ രാജ്യമെന്ന് കരുതുന്നു, അല്ല ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നെന്ന് കരുതുന്നു. രാജ്യമെന്ന് പറയുന്നത് തനിച്ചല്ലേ? ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പോയി, ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി പോയതല്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കാണെങ്കിൽ ഞങ്ങൾ പോകില്ലായിരുന്നു. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും അതിന് പോകും. കൺട്രിക്ക് വേണ്ടി പോയി. മാത്രമല്ല 2013-14 ഒരു ട്രാക്ക് ടു ഡിപ്ലോമസിയിൽ യശ്വന്ത് സിൻഹ സാർ, മണിശങ്കർ സാർ, ഞങ്ങൾ എല്ലാ MPസിനെയും വിളിച്ചുകൊണ്ട് പോയി. BJP MPs അടക്കം. അവിടെ പാകിസ്ഥാൻ ചാനലിൽ അവരെക്കുറിച്ച് ഞാൻ കഠിനമായി സംസാരിച്ചു. ചർച്ചകൾ നടന്നു. സോ ഇപ്പോ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ വ്യൂ പോയിന്റ് ഞങ്ങൾ മറക്കില്ല. രാജ്യത്തിന് വേണ്ടി പോയി. ഇപ്പൊ രാജ്യത്ത് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും BJPയെ എതിർക്കും. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കോൺഗ്രസിലുള്ള വ്യക്തികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തീവ്രവാദികൾ എങ്ങനെയാണോ ചുറ്റിത്തിരിയുന്നത് അതുപോലെ നമ്മുടെ MPമാരെല്ലാം വിദേശ രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങുകയാണെന്ന്. നോക്കൂ, ഈ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് മിസ്റ്റർ ജയറാം രമേശ് സാർ തന്നു. ഓക്കെ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MPകൾ പോയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം ഈ കാര്യം മറന്നുപോയി. സുപ്രിയ സുലെ ഇന്ത്യ അലയൻസിൽ DMK MP സഹോദരി കനിമൊഴിക്കും ഇതിൽ വലിയ പങ്കുണ്ട്. അവരുടെ അലയൻസ് പോയി. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി, സമ്മതിക്കുന്നു, ഞങ്ങൾ ഭാരതിന്റെ B ടീമാണ്. സോ അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇവർ അലയൻസ് ആണ്, അതിനെക്കുറിച്ച് ആലോചിച്ചൂടെ? ഈ പ്രസ്താവന കൊണ്ട് എന്താണ് ലാഭം? ഭീകരവാദികൾ കറങ്ങുന്നുണ്ടെന്ന് ഞങ്ങളും പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ആ 4 ഭീകരവാദികളെ പിടിക്കുന്നതുവരെ ഞങ്ങളും വിടില്ല. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിലെ MPs, നിങ്ങളുടെ ഹിന്ദി അലയൻസ് ജനങ്ങൾ ചെയർമാൻ ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊരു നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, മോദിജി ഒരു ട്രാവൽ ഏജൻസി ഓപ്പൺ ചെയ്തിരിക്കുന്നു, ചുറ്റിക്കറങ്ങാൻ വേണ്ടി MPമാരെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണെന്ന്. നെക്സ്റ്റ് ടൈം ആരാണോ പറഞ്ഞത് അവരെ തന്നെ ചെയർമാൻ ആക്കി വേണം അയക്കാൻ. പിന്നെ അല്ല പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ്സ് എല്ലാം രാത്രിയിലായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, നൈറ്റ് ഫ്ലൈറ്റ്സ് ആണെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല. പിന്നെ രാവിലെ നിങ്ങൾക്ക് ടൈം ഡിഫറൻസ് ഉണ്ട്. അൾജീരിയ 4 മണിക്കൂർ മുൻപേ ആണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയത് അത് ഫ്രൈഡേ അന്ന് 2 മണിക്ക്. 5 മണിക്ക് ഞങ്ങൾക്കെല്ലാം എംബസിയിൽ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി. സോ ഞങ്ങൾ നാട് കാണാൻ പോയതല്ല. എങ്ങനെ കാണാൻ പറ്റും? ഒരുപക്ഷെ നാടൊക്കെ കറങ്ങി കണ്ടു എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. പറയുന്നവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡിഫറൻസസ് ഒക്കെ ഒന്ന് ഒതുക്കി വയ്ക്കൂ, സംസാരിക്കൂ. നിങ്ങൾക്ക് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ടെന്നറിയാം. ഞങ്ങളുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഞങ്ങൾ അവിടെ നാട് കറങ്ങി കാണാൻ പോയതല്ല. പിന്നെ ഒരു വീഡിയോ കാണിച്ചിരുന്നു, അതിലൊരു മെമ്പർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഞാൻ പാട്ട് കേൾക്കാറുമില്ല, കേൾക്കുന്ന ഇൻട്രസ്റ്റും എനിക്കില്ല. സോ ഇൻ എ ലേറ്റ് വൈൻ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. അൾജീരിയയിൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഇന്ത്യൻസ് അവിടെ എത്ര പേരുണ്ടോ അവരെ ഇന്ത്യൻസ് എന്ന് പറയില്ല, ജാനേത്തു എന്നാണ് പറയാ. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എയർപോർട്ടിൽ വെച്ച് ജാനേത്തു എന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. ജാനേത്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോഴാണ് അറിയുന്നത് 1960s
അജ്നബി ഷറാഫ്. സാർ, അത് എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം സാർ. നിങ്ങളെ അത് ചെറുപ്പത്തിലെ പടമായിരിക്കും. അതെ അതെ. അതിൽ ആ പടം അവിടെ വളരെ ഫേമസ് ആയി. അതിലെ പാട്ടും ഫേമസ് ആയി. സോ അവിടെ ഫോറിൻ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം രാത്രി ഞങ്ങൾക്ക് ഡിന്നറിന് ഇൻവിറ്റേഷൻ നൽകി. അദ്ദേഹം പ്രോഗ്രാമിൽ ഇല്ലായിരുന്നു, പക്ഷെ വന്നേ മതിയാവെന്ന് പറഞ്ഞു. അവിടെ വെച്ച് അദ്ദേഹം ആ പടത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ BJPയുടെ ഒരു MP എന്റെ അടുത്തായിരുന്നു ഇരുന്നത്. അദ്ദേഹം പറഞ്ഞു, അത് നല്ല പാട്ടാണ്, എനിക്ക് ഓർമ്മയുണ്ട് എന്നും പറഞ്ഞ് പെട്ടെന്ന് 2-3 ലൈനുകൾ പാടാൻ തുടങ്ങി. സോ അത് കണ്ടാണ് പറയുന്നത്, അതിലൊരു പ്ലാനും അങ്ങനെയില്ല. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല. സോ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാവരും വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു. എത്രയോ പറഞ്ഞു നോക്കി, ആരും എടുക്കാൻ പാടില്ലെന്ന്. സോ ആ വീഡിയോയുടെ കഥ ഇതാണ്. ആ മീറ്റിംഗ് എപ്പോഴാണ് തീർന്നതെന്ന് അറിയോ? ഞങ്ങൾ റൂമിലേക്ക് പോയത് 11:45 വരെ അത് പോയിക്കൊണ്ടിരുന്നു. പിന്നെ വീണ്ടും രാവിലെ എണീച്ച് ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അപവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും ഇപ്പോൾ ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന്റെ വിദേശയാത്രകൾ 100 പിന്നിട്ട് 200-നോട് അടുത്തിരിക്കുകയാണ്. ആ യാത്രകളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്. തീർച്ചയായും അത് തന്നെയാണ് പ്രയോറിറ്റി. ഏത് രാജ്യത്ത് പോയാലും ഒരാളെ കണ്ടുമുട്ടുന്നതല്ല പ്രയോറിറ്റി, മറിച്ച് അത് നാഷണൽ ഇൻട്രസ്റ്റ് തന്നെയാണ്. പക്ഷേ എന്നിട്ടും അതിനുശേഷം പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ വീണ്ടും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും തന്നെ വിശദീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ യാത്രകൾ കൊണ്ടൊരു പ്രയോജനവും ഇല്ലാതായി പോയോ സാർ? അതാണ് എന്റെ ചോദ്യം. ഞങ്ങളുടെ ഫോറിൻ അഫയേഴ്സിന്റെ ഓഫീസേഴ്സ് വളരെ വിദഗ്ധരാണ്. സോ ഞാൻ ജനറലൈസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റും നൽകുന്നില്ല. അദ്ദേഹം വളരെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഓർത്തോളൂ, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ന്യായം കിട്ടും. പിന്നെ നമുക്ക് ഉള്ള വലിയ അപകടം അത് ചൈനയിൽ നിന്നാണ്. പിന്നെ നമ്മുടെ എക്കോണമിയിൽ നമ്മൾ 10% മേലെ ഗ്രോ ആകണം. സോ ഇതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അത് നിങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും നമ്മൾ അതിൽ വേണം ശ്രദ്ധിക്കാൻ. സാർ, ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിദേശത്ത് പോയപ്പോൾ ഈ പൊളിറ്റിക്കൽ കാര്യമൊക്കെ BJPയുടേത് പോലെ തന്നെയാണോ, അല്ല നിങ്ങളുടെ ചിന്തകളിൽ മാറ്റമുണ്ടോ? ഞങ്ങൾ BJPയെ റെപ്രസെന്റ് ചെയ്ത് പോയതല്ല. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റൂ. ഞങ്ങൾ ഈ രാജ്യത്തെയാണ് റെപ്രസെന്റ് ചെയ്തത്. ഇപ്പൊ കാര്യം BJPയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പറയുകയാണെങ്കിൽ, എവിടെയാണെങ്കിലും കടലിന് 2 കര ഉണ്ടാവാൻ വഴിയില്ല. അത് ഒരിക്കലും ഒന്നാവില്ല.